everyone, ഈ വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിൻ്റെ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ UGC നെറ്റ് പേപ്പർ 1-ലെ ഡിഫറെൻറ്റ് മോഡ്യൂൾസിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി മോഡ്യൂൾസിൻ്റെ ഒക്കെ അനാലിസിസുകളുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനായിട്ട് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഒരുപാട് പേർക്ക് കൺസേൺ ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ എന്ന് പറയുന്നത്. ബിക്കോസ് എസ്പെഷ്യലി മാത്സിലൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള നെറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോഡ്യൂൾ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കും. സോ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂളിനെ കുറിച്ചൊരു ജനറൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം നമ്മൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഏരിയാസിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നിങ്ങൾ നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമുക്ക് 10 മോഡ്യൂൾസ് ആണുള്ളത്, 50 ക്വസ്റ്റ്യൻസും ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ മോഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നിങ്ങൾക്ക് യൂഷ്വലി ഒരു പാറ്റേൺ അനുസരിച്ച് വരുന്നത്. സോ ഈ മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ബാക്കി 45 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ബാക്കിയുള്ള 9 മോഡ്യൂൾസിൽ നിന്നാണ് വരുന്നത്. സോ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെങ്കിലും നിങ്ങൾ ഇത് പാടായതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പേപ്പർ 1 ഈ ഒരു മോഡ്യൂൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ള കൺസേൺസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് ദാറ്റ് ടു ഈ ഒരു മോഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്സ് വീക്ക് ആയതുകൊണ്ട് ഈ ഏരിയ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നെറ്റ് പേപ്പർ 1 എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റീസണിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ നമ്പർ സീരീസും ലെറ്റർ സീരീസും അങ്ങനത്തെ ഏരിയാസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും അതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് അതൊക്കെ. ആ ഏരിയാസ് എല്ലാം ആക്ച്വലി ഈ ഒരു മോഡ്യൂളിൽ തന്നെയാണ് വരുന്നത്. നമ്പർ സീരീസ് ആയിക്കോട്ടെ, ലെറ്റർ സീരീസ് ആയിക്കോട്ടെ, ഡിറക്ഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. അപ്പം ഒരു ഹയർ ലെവൽ മാത്സ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ ഏരിയാസ് ഈ മോഡ്യൂളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്കും അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഇതിനകത്തുണ്ട്. അപ്പോൾ മാത്സ് വീക്കായിട്ട് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ധാരണയുള്ള ആളുകൾ ഒട്ടും പേടിച്ച് നോക്കേണ്ട ഒരു മോഡ്യൂളല്ല എന്നുള്ളത് ആദ്യം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂളിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പാറ്റേൺ നിങ്ങൾക്കറിയാം. നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൽ നിന്നുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുകയൊന്നും ചെയ്യില്ലായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സോ ഈ ഏരിയാസിൻ്റെ ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഈ ഏരിയാസിൻ്റെ എല്ലാം ക്ലാസ്സസ് നമ്മുടെ LMS-ലും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ബിഫോർ മൂവിങ് ഇൻ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, നമ്മൾ ആദ്യം ഒരു 2 ഷിഫ്റ്റ്സ്, സാമ്പിളിന് വേണ്ടി 2 ഷിഫ്റ്റുകളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏത് ഏരിയാസിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊരു ജനറൽ ഐഡിയ കിട്ടാൻ 1-2 ഷിഫ്റ്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഇത് ജൂൺ 2020 എക്സാമിൽ കൊമേഴ്സുകാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മോർണിംഗ് ഷിഫ്റ്റിലായിരുന്നു. ഓൾറെഡി നമ്മൾ ഒരുപാട് നമ്മുടെ സീരീസിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാണ്, കൊമേഴ്സുകാർക്ക് ജൂൺ 2020 2 ഷിഫ്റ്റുകളിലായിട്ട് എക്സാം ഉണ്ടായിരുന്നു. അതിലെ മോർണിംഗ് ഷിഫ്റ്റിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയാസ് ആണ് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയ ആണ്.
അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ഓൺ ക്ലോക്ക്, ഈ ക്ലോക്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇത് യൂഷ്വലി കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ നെറ്റിന് അത്രയധികം ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ 2020 ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ കൊമേഴ്സുകാർക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷിഫ്റ്റും കൂടെ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് നോക്കാം. ഇത് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ചോദിച്ചതാണ്. ജൂൺ 2020 തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവർക്ക് ചോദിച്ചിരുന്ന 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നോക്കാം. നമ്പർ സീരീസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലെറ്റർ സീരീസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദെൻ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതലും ആ ഒരു റീസണിങ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയും വരാൻ സാധ്യതയുണ്ട്, പക്ഷേ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നമ്മുടെ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഈ 2 ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ഏരിയ നമ്മൾ കണ്ടു, അതുപോലെ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്നൊരു ഏരിയ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടും നമ്മൾ ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഏരിയ. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻറ്റയർ ഐഡിയ ഈ മോഡ്യൂളിനെ കുറിച്ച് കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഏരിയ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നമ്പർ സീരീസ് ആൻഡ് ലെറ്റർ സീരീസ്. നമ്പർ ആൻഡ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ മാത്സും കാൽക്കുലേഷൻസും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നവർക്ക് പോലും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഹയർ ലെവൽ മാത്സും കാൽക്കുലേഷൻസും ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾ അതിനകത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉപരി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഏരിയാസ്, ഈ റീസണിങ് ഏരിയാസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാമിന് അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്പർ ആൻഡ് ലെറ്റർ സീരീസ് അത് എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു ഏരിയ ആണ് അല്ലേ. നമുക്ക് ഒരു സീരീസ് വരും, അതിൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏത് അല്ലെങ്കിൽ ലെറ്റർ ഏത്, ഒരു കോമ്പിനേഷനും ആകാതെ നമ്പർ ലെറ്റർ സീരീസിൻ്റെ കോമ്പിനേഷൻ ടൈപ്സും വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാം, ആൻസർ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന്. സോ ഇത് നമ്പർ സീരീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിസംബർ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 7, 11, 19, 35, 67. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടേം ഹിയർ, റൈറ്റ്? അപ്പോൾ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊരു സീരീസ് വന്നിട്ടുണ്ട്, നമ്പർ സീരീസ് വന്നിട്ടുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആക്ച്വലി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കറിയാം 7 × 2 എന്ന് പറയുന്നത് 14 ആണ് അല്ലേ. 14 - 3 ആണ് 11. ദെൻ 11 × 2 എന്ന് പറയുന്നത് 22 ആണ്. 22 അഗെയിൻ നമ്മൾ ആ 22 നിന്ന് 3 മൈനസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 19. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്പർ സീരീസും ലെറ്റർ സീരീസും ഒക്കെ അതിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. പാറ്റേൺ മനസ്സിലാക്കുക, അടുത്ത ടേം എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മളോട് എല്ലാ തവണയും ഏത് പാറ്റേൺ, സിമിലർ പാറ്റേൺസ് ആയിരിക്കണം എന്നില്ല. ഇപ്പം ഇതിനകത്ത് നമ്മളൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു, വേറെ പല രീതിയിലുള്ള സീരീസുകൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അതായത് യൂഷ്വലി നമ്പർ സീരീസിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമിന്. അപ്പോൾ ആ കാര്യമാണ്, പ്രാക്ടീസാണ് മെയിൻലി ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂൾ നമുക്ക് ആവശ്യം. ഇതിലും അത് തന്നെ ഉള്ളൂ, നിങ്ങൾ ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു പ്രാക്ടീസാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. 131 ആണ്. അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക, ആ പാറ്റേൺ അനുസരിച്ച് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി അടുത്ത നമ്മൾ ലെറ്റർ സീരീസിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കുവാണ്. ഇത് ജൂൺ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സീരീസ് എന്താ? TEF UGH, പിന്നെ ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്, ദെൻ യു ഹാവ് WKL. അപ്പോൾ നിങ്ങൾ ഈ മിസ്സിംഗ് ടേം എന്താണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ടേംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് മനസ്സിലായി ഈസി ആയിട്ട് നിങ്ങൾക്ക് മിസ്സിംഗ് ടേം ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഫസ്റ്റ് ടേം നിങ്ങൾ ഈ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ നോക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ T+1 ആണ് U എന്ന് പറയുന്നത് അല്ലേ. T+1 ആണ് U. ഇനി രണ്ടാമത്തെ ലെറ്റർ ഏതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്? E ആണ്.
സോ ഇ പ്ലസ് 2 ആണ് ജി എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് എഫ് ഹിയർ. അപ്പം എഫ് പ്ലസ് 2 ആണ് എച്ച് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പാറ്റേൺ. ഇപ്പം ആദ്യത്തെ 2 ലെറ്റേഴ്സ്, നിങ്ങൾ ഈ തന്നിരിക്കുന്ന 2 ടേംസിലെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് നോക്കുമ്പോൾ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇയും ജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. എഫും എച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ കിട്ടി. ഇനി നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ യു പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. ദെൻ ജി പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. എച്ച് പ്ലസ് 2 എന്ന് പറയുന്നത് ജെ ആണ്. അപ്പോൾ വി ഐ ജെ എന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ടേം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് വി ഐ ജെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ പാറ്റേൺ ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് നമ്പർ സീരീസ് ഉണ്ടാവാം, ലെറ്റർ സീരീസ് ഉണ്ടാവാം, പിന്നെ കോമ്പിനേഷൻ ഉണ്ടാവാം. അപ്പോൾ അതങ്ങനെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നിങ്ങൾക്ക് നമ്പറിൻ്റെ ലെറ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ് ടേംസിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീരീസുകളും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന സീരീസ് എന്താ? 1D3 3H5 5L7, റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കണ്ടെത്തേണ്ട എന്താ? പാറ്റേൺ എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1 + 2 ആണ് 3 എന്ന് പറയുന്നത്. 3 + 2 ആണ് 5. സോ 5 + 2 ആയിരിക്കണം അടുത്ത ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത്. 5 + 2 എത്രയാണ്? 7 ആണ്. ഇനി നിങ്ങൾ ആ ലാസ്റ്റ് നമ്പർ നോക്കിയാൽ, ഇപ്പോൾ 1D3 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 3 ആണ് അല്ലേ? അപ്പോൾ 3 + 2 ആണ് 5, 5 + 2 ആണ് 7. ഇനി അപ്പോൾ അടുത്ത ഏതാ വരണ്ടേ? 7 + 2 വരണം, ദാറ്റ് ഇസ് 9. ഓക്കെ, ഇനി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം, ഇതിനകത്ത് കിടക്കുന്ന ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം DHL എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് ഡിഫറൻസ് എന്നാ? D + 4 ആണ് എച്ച് എന്ന് പറയുന്നത്, H + 4 ആണ് L എന്ന് പറയുന്നത്. സോ L + 4 ഏത് വരും എന്ന് നോക്കിയാൽ മതി. L + 4 എന്ന് പറയുന്നത് എന്താ? P ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് 7 P9, that is option A. So the right answer is obviously option A. സോ ഈ മോഡ്യൂളിലെ ആദ്യത്തെ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്പർ സീരീസ് ആൻഡ് ലെറ്റർ സീരീസ് എന്നുള്ള ഏരിയ ആണ്. സോ നിങ്ങൾക്ക് നമ്പർ സീരീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് നമ്പർ സീരീസ് കൂടുതൽ മനസ്സിലാകാൻ, അതിനകത്ത് യൂസ് ചെയ്യുന്ന പാറ്റേൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പഠിക്കാം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് മൂവ് ചെയ്യാണ്, ദാറ്റ് ഈസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അപ്പം ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് പഠിക്കാനാണെങ്കിലും ആൻസേഴ്സ് കണ്ടെത്താനായിട്ടാണെങ്കിലും ഒക്കെ ഈസിയും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം. ഇത് ജൂൺ 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇഫ് ദ വേർഡ് ഹാർട്ട് ഇസ് റിട്ടൺ ആസ് SQPMZ, then earth can be written as. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ ഹാർട്ട് എന്ന വാക്കിനെ ഒരു പെർട്ടിക്കുലർ കോഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആ കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ പെർട്ടിക്കുലർ വേർഡിനെ ഒരു കോഡാക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, അതിൻ്റെ പുറകിൽ അവർ യൂസ് ചെയ്യുന്ന പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ ടെക്നീക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എർത്ത് എന്നുള്ള വാക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഹാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ കോഡ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, എങ്ങനെ അത് കോഡ് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതേ സെയിം പാറ്റേണിൽ ചോദിച്ചിരിക്കുന്ന വേർഡിനെയും കോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 2 വേർഡ്സ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുമ്പം ഇവർ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ഹാർട്ട് എന്ന വാക്കിലും എർത്ത് എന്ന വാക്കിലും യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം HEART, ഈ ഹാർട്ട് എന്നുള്ള വാക്കിലെ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് എർത്ത് എന്നുള്ള വാക്ക് അല്ലേ. E ഉണ്ട്, A ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്, H ഉണ്ട്. ഇനി ഈ ഹാർട്ട് എന്നുള്ള വാക്കിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോഡ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പം H എന്നുള്ള ലെറ്ററിന് നമ്മുടെ കോഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് S ആണ് അല്ലേ. അപ്പോൾ എർത്ത് എന്നുള്ള വാക്കിലും നമുക്കൊരു H ഉണ്ട്. ആ Hന് പകരം നമ്മൾ എന്ത് കോഡ് ചെയ്യണം? S എന്നുള്ള ലെറ്റർ എടുക്കാം. അത് കഴിഞ്ഞ് ഇനി ഹാർട്ട് എന്നുള്ള വാക്കിൽ രണ്ടാമത്തെ ലെറ്റർ ഏതാ? E ആണ്. E എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? E is Q. അപ്പോൾ എർത്ത് എന്നുള്ള വാക്കിൽ നമുക്കൊരു E ഉണ്ടല്ലോ, ആ Eയും Q എന്ന് കോഡ് ചെയ്യാം. പിന്നീട് A എന്ന് പറയുന്ന ലെറ്ററിന് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? P എന്നാണ്. സോ ഇവിടുത്തെ Aയും അതുപോലെ തന്നെ P എന്നാക്കുക. R എന്ന് പറയുന്ന ലെറ്ററിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? M എന്നാണ്. നമുക്കിവിടെ ഒരു R ഉണ്ടല്ലോ, അതിനെ അതുപോലെ തന്നെ M ആയിട്ട് എടുക്കാം. Tക്ക് അവിടെ കോഡ് യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റർ ഏതാ? Z ആണ്. ഇവിടെയും നമുക്കൊരു T ഉണ്ട്, സെയിം സാധനം അതുപോലെ തന്നെ എടുക്കാം. T എന്ന് പറഞ്ഞാൽ Z ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ കോഡ് ചെയ്യാനായിട്ട് സാധിക്കും?
QPMZS എന്ന് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ആ കോഡിങ്ങിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്താണ്, എന്ത് വെച്ചിട്ടാണ് അവർ കോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ സെയിം പാറ്റേണിൽ തന്നിരിക്കുന്ന വേർഡ് കോഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. സോ ഈ ഏരിയയിൽ നിന്ന് തന്നെയുള്ള ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇഫ് സൊല്യൂഷൻ ഇസ് കോഡഡ് ആസ് R5KTSH5M then Chrome will be written as. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കോഡിങ് ഡീകോഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു വേർഡ് തരും, അതിന് കോഡ് തരും. അപ്പോൾ അതെങ്ങനെയാണ് അവർ കോഡ് ചെയ്തിരിക്കുന്നത്, അതിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നീക്ക് എന്താണ്, പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് ചോദിച്ചിരിക്കുന്ന വേർഡ് അതുപോലെ തന്നെ ആ പാറ്റേണിൽ തന്നെ കോഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന വാക്കിൽ നിങ്ങൾക്ക് 2 O ഉണ്ട്. ആ 2 Oയുടെ സ്ഥാനത്ത് ഇവർ 5 എന്ന് പറയുന്ന നമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് തന്നിരിക്കുന്ന വേർഡ്, നമുക്ക് കോഡ് ചെയ്യാനായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന വേർഡിലും ഒരു O ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി 5. ക്രോമിലും നിങ്ങൾക്ക് ഒരു O ഉണ്ട്, അപ്പോൾ അത് 5 ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒന്ന് നോക്കിയേ. ഇപ്പം ആദ്യത്തെ സൊല്യൂഷൻ എന്ന വാക്കിലെ ആദ്യത്തെ ലെറ്റർ എന്ന് പറഞ്ഞ S ആണ്. അതിവിടെ കോഡ് ചെയ്തിരിക്കുന്ന R എന്നാണ്. ദാറ്റ് മീൻസ് S-1. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. L എന്നുള്ളതാണ് നിങ്ങളുടെ മൂന്നാമത്തെ അക്ഷരം. സൊല്യൂഷൻ എന്ന വാക്കിൽ L-1 ആണ് K. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്താ, ഈ തന്നിരിക്കുന്ന വാക്കിൻ്റെ ഓരോ ലെറ്റേഴ്സിൽ നിന്നും -1 ചെയ്യുക. അല്ലെങ്കിൽ ആൽഫബറ്റിൽ ഇപ്പോൾ S എന്ന് പറയുന്ന ലെറ്റർ, ആൽഫബറ്റിൽ S എന്ന് പറയുന്ന ലെറ്ററിന് മുമ്പ് വരുന്ന ലെറ്റർ ഏത്, അതാണ് ഈ S-1 എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് പാറ്റേൺ. അപ്പോൾ അതിനനുസരിച്ച് കോഡ് ചെയ്താൽ മാത്രം മതി ക്രോം എന്നുള്ള വാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമുണ്ട്, O എന്ന് പറയുന്ന ലെറ്റർ 5 ആയിട്ട് തന്നെ എടുക്കുക. അപ്പം O എന്ന് പറയുന്ന ലെറ്റർ 5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് C-1 ചെയ്യുക ആദ്യം, ദാറ്റ് ഇസ് B ആണ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, R-1 ചെയ്യുക, ദാറ്റ് ഇസ് Q. പിന്നെ നിങ്ങൾ O എന്നുള്ളത് 5 ആയിട്ട് എടുക്കുന്നു. M-1 L ആണ്, E-1 എന്ന് പറയുന്നത് D ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി. അപ്പം വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പം ഇതിനകത്ത് വേണ്ടുന്ന കാര്യം, ഇപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു അല്ലേ. 2 ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക് ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഇതിനകത്ത് പ്രാക്ടീസ് ആണ് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേൺസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിലെ പാറ്റേൺ എന്ത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അതിന് പ്രാക്ടീസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ്, ഈവൻ നമ്പർ സീരീസ് ആയാലും ലെറ്റർ സീരീസ് ആയാലും കോഡിംഗ് ഡീകോഡിംഗ് ആയാലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, ഇതിൻ്റെ ടെക്നീക്സ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആൽഫബറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോ ലെറ്ററിനും നമുക്ക് നമ്പറൊക്കെ ഉണ്ട്, അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഏരിയയെക്കുറിച്ചുള്ള ക്ലാസ്സും നമ്മളുടെ ഇംഗ്ലീഷ് ചാനൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ അത് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓൾറൈറ്റ്, അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്നതാണ്. ഇപ്പം A ഈസ് ദ ഫാദർ ഓഫ് B. അങ്ങനെയാണെങ്കിൽ വേറൊരാളെ തന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരും. അതിൽ നിന്ന് അവസാനം നിങ്ങളോട് ചോദിക്കുക തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. ഇതും അത്യാവശ്യം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ തന്നെയാണ്, നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 2019 ചോദിച്ചതാണ്. B is the only daughter of maternal grandmother of A. How is A related to B? And you have the option sister, daughter, cousin, mother. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളിത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത്. അത് തെറ്റാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, പിന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് വരച്ച് ഡിനോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രാഫ് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ B is the only daughter of maternal grandmother of A. ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ വരയ്ക്കാം, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സിമ്പിൾസ് എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും.
ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. നിങ്ങൾ കുറേ സമയം ആലോചിച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, തെറ്റാനായിട്ടുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരച്ച് അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ദി മോസ്റ്റ് എന്താ പറയുക, നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സസും നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ നമുക്ക് ഇതിനകത്തോട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന പാർട്ടിലേക്ക് നമ്മൾ ഈ വീഡിയോസിലൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇതിൻ്റെ ക്ലാസ്സസ് നമ്മളുടെ LMSൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് വരച്ച് അവരുടെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്തും ഓരോ സമയത്ത് ഓരോ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. നമുക്ക് ഓരോ റിലേഷൻഷിപ്പ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് പല പാറ്റേണിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസിന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവുക. ഈ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എങ്ങനെ വരയ്ക്കാമെന്ന് ആദ്യം പഠിക്കാം, പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അതാണ് ഈ ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഡിറക്ഷൻ എന്ന് പറയുന്ന ഏരിയ. സോ ഇതിൽ മെയിനായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്ന ഡിറക്ഷൻ സെൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ യൂഷ്വലി ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആൾ, ഇപ്പോൾ ലെറ്റ്സ് സേ എയിൽ നിന്ന് ബിയിലേക്ക് ഇത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എയിൽ നിന്ന് ഈസ്റ്റ് ഡിറക്ഷനിൽ ഇത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ബിയിൽ നിന്ന് പിന്നെ നോർത്തിലേക്ക് ഇത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്കൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ടൈപ്പായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കി മനസ്സിലിത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ടൈം കൺസ്യൂമിംഗ് ആണ്, ഒത്തിരി സമയം പോവും. അത് മാത്രമല്ല തെറ്റാനായിട്ടുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം, ആ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഡിറക്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഫൈനലി ആ ഡിസ്റ്റൻസ്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിറക്ഷൻ സെൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി, ഇഫ് എ മാൻ, അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്ക് ഈസ്റ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിച്ചതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡിറക്ഷൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ അയാൾ ഒരു പെർട്ടിക്കുലർ വേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ നിന്നും അയാൾ റൈറ്റിലേക്ക് പോയി. അപ്പം ആ അദ്ദേഹം ഓൾറെഡി ഒരു റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി. അപ്പോൾ അയാളുടെ റൈറ്റ് സൈഡ് ഏതായിരിക്കും എന്നുള്ള രീതിയിൽ കൃത്യമായി ലോജിക്കലി ചിന്തിച്ച് നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരയ്ക്കുന്നത് തന്നെ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാവാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. യൂഷ്വൽ പാറ്റേൺ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് തരും, കൃത്യമായിട്ട് ഡിസ്റ്റൻസ് നിങ്ങൾ വരച്ച് മാർക്ക് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് ജൂൺ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ walks at a speed of 3 km/h from location A towards east for 1 hour and then turning left walks at a speed of 1.5 km/h for 6 hours towards north to a location B. The shortest distance between locations A and B is. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഡിറക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരാൾ ആദ്യം ഈസ്റ്റിലേക്ക് പോയി, പിന്നെ അയാൾ നോർത്തിലേക്ക് പോയി. അങ്ങനെ കൃത്യമായിട്ട് ഡിറക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്ന പാറ്റേൺ എന്താ, ഡിറക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും തരിക. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, സ്പീഡും അതുപോലെ ടൈമും. എ മാൻ വാക്സ് അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h ഫ്രം ലൊക്കേഷൻ A ടുവേർഡ്സ് ഈസ്റ്റ് ഫോർ 1 hour. അപ്പോൾ അയാളുടെ ഡിറക്ഷൻ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന കാര്യം എന്താ, സ്പീഡും ടൈമും ആണ്. പക്ഷേ ഈ സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടെത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ആ ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുക, ഈ ഡയറക്ഷൻ അനുസരിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഡിറക്ഷൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതിനുശേഷം നിങ്ങൾ ഈ ഡിസ്റ്റൻസുകൾ കണ്ടെത്തുക. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് ബേസിക്കലി ഇതിനകത്ത് കണ്ടെത്തേണ്ടത്. അതാണ് ഈ ക്വസ്റ്റ്യൻ
മോഡ്യൂളിൻ്റെ ഒരു സൊല്യൂഷൻ പാർട്ടെന്ന് പറയും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, എങ്കിലും ഞാനിത് കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസും വരാം. ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യനാണ്, 2 ഏരിയയുടെ കോമ്പിനേഷനാണ്, ഡിറക്ഷനും അതിൻ്റെ കൂടെ തന്നെ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ ഏരിയയെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണം, ഇതിൻ്റെ ബേസിക്സ് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ക്ലാസ് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ അവൈലബിൾ ആണ് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്താൽ കൃത്യമായിട്ട് ഈ ഏരിയയിൽ ബേസിക്കലി നിങ്ങൾ എങ്ങനെയാണ് ഈ ഡിറക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്, യൂഷ്വലി അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം. യൂഷ്വൽ പാറ്റേണിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിറക്ഷനും ഡിസ്റ്റൻസും വെച്ചിട്ടായിരിക്കും ചോദിക്കുക. പക്ഷേ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടും ചോദിക്കാം. എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ ഡിറക്ഷൻ ആദ്യം വരയ്ക്കുക, കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് മനസ്സിലാക്കി ഡിറക്ഷൻ വരയ്ക്കുക, അതിന് ചോദിച്ചിരിക്കുന്ന ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ അടുത്തൊരു ഏരിയയും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിറക്ഷൻ എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു ഏരിയ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ വാസ് എ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ. നമുക്ക് ഡിറക്ഷൻ അതുപോലെ തന്നെ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയയുടെ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആ ഏരിയ ആയിരിക്കും നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്ക് വരാറുണ്ട്. അപ്പം ഈ ഏരിയയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് ഓരോന്നും കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിറക്ഷനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ആപ്ലിക്കേഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. അവിടെ തന്നെ നമ്മളൊരു ഇക്വേഷൻ ഡിസ്കസ് ചെയ്തല്ലേ, ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി സ്പീഡും ടൈമും കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ, സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇത്രയും ഇക്വേഷൻസ് എങ്കിലും കുറഞ്ഞത് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പം അതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയ ആണ് ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇത് December 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. The present age of the father is twice that of the elder son. 10 years hence the age of the father will be 3 times that of the younger son. If the difference in ages of the two sons is as 15 years, the present age of the father is, and you have the options 110 years, 70 years, 60 years and 50 years. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ഫോർമാറ്റിലായിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് LMSൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ നമ്മളിതിൻ്റെ സോൾവിങ് പാർട്ടിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഏരിയാസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏരിയ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പെർസെൻറ്റേജ്, ആവറേജ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിൽ. അപ്പോൾ നിങ്ങൾ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ക്ലാസ്സസ് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയുടെ നമ്മൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മോഡ്യൂളിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഏരിയയിൽ നിന്ന്. DIയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് June 2020 ചോദിച്ചതാണ്. 63% of employees in a company are female. If the number of male employees is 111 or 111, then the total number of employees is, and you have the options 270, 290, 300 and 310. സോ ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 300 ആണ്. സോ ഈ ക്വസ്റ്റിന് കാണിക്കാനായിട്ടുള്ളൊരു കാരണം നിങ്ങൾ ഈ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ എന്ന് പറയുന്ന ഏരിയാസിൽ നിന്ന് ഇത്തരത്തിൽ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി.
അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് നമ്മളൊരു സ്കൂൾ ലെവലിലൊക്കെ പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇക്വേഷൻസ് ആണ്. ഇതിന് രണ്ടിനും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കാം. അത് ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുക, അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ എന്താ? PNR/100 എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഇക്വേഷനിലെ P സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ എമൗണ്ട് അല്ലേ. പിന്നെ N എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്. അതുപോലെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ PNR/100. അപ്പോൾ യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഈ ഇക്വേഷനിലേക്ക് കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് എമൗണ്ട് ഇസ് ഈക്വൽ ടു P into 1 plus R/100 raised to N എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഓരോ ടേംസും എന്താ ഉദ്ദേശിക്കുന്നത്? A is amount, right? Then you have P here stands for principal, the principal amount അല്ലേ. പിന്നെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ എമൗണ്ട് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അവസാനമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്ര, അതാണ് ഈ ഇക്വേഷനിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഈ ഇക്വേഷനിൽ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. അത്രമാത്രം ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഉണ്ട്. സോ യൂഷ്വലി ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഇക്വേഷൻസ് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചില ഇക്വേഷൻസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതുപോലെ ലോസ് കണ്ടെത്താൻ എങ്ങനെ സാധിക്കും? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ഇതൊക്കെ കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ യൂഷ്വൽ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഇക്വേഷൻസ് ഒക്കെ ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി വരാറുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇക്വേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. കവിത സോൾഡ് ദ മൊബൈൽ ഫോൺ അറ്റ് ദ പ്രൈസ് ഓഫ് 1950 and made a loss of 25%. At what price will she have to sell it to get a profit of 30%? അപ്പോൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടണം എന്നില്ല. അത്യാവശ്യം കുറച്ച് ലോജിക്കൊക്കെ ഉപയോഗിച്ച് ആ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ഈ ഏരിയയിൽ നിന്ന് വരാറുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ അത് സോൾവ് ചെയ്യുന്ന പാർട്ടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് ഇക്വേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ അത് മെമ്മറൈസ് ചെയ്യുക, അതുമായിട്ടൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഏരിയാസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഡി. ഇനിയും നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ഏരിയാസും കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഏരിയ ആണ് പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ സാമ്പിൾ കാണിക്കാം. ഇത് ജൂൺ 2020 ചോദിച്ചതാണ്. 2 water pipes can fill a tank in 10 minutes and 15 minutes respectively if each of them is used separately. If both the pipes are used to fill the tank simultaneously, how long will it take to fill the tank? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് ഈ പൈപ്സ് അതുപോലെ തന്നെ സിസ്റ്റംസ് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതും മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും അവർ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾ അത്യാവശ്യം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ സോൾവിങ് പാർട്ടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഇതും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു റിവിഷൻ ടൈമിലൊക്കെയാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയാസ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ഈ 2020 അത്യാവശ്യം
ചോദിച്ചിരുന്ന ഒരു ഏരിയ ആണ്. ഇത് സിലബസിൽ അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആയിരുന്നു ഈ ബോട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ജൂൺ 2020 നമ്മുടെ റീസെൻറ്റ് എക്സാമ്പിൾ ചോദിച്ചതാണ്. ഇൻ എ റിവർ ഫ്രം എ ഫിക്സ്ഡ് ലൊക്കേഷൻ two identical boats start moving upstream and downstream respectively. The speed of the water current in the river is 3 km per hour. If the speed of each of the boats in still water is 15 km per hour, the separation between the boats after 12 minutes will be. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സോൾവിങ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ബോട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ടേംസ് ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചില കീ പോയിന്റ്സ്, ചില കീ കോൺസെപ്റ്റുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ഏരിയ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ട ചില ഏരിയാസ്, ചില ടേംസ് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്സ്ട്രീം എന്ന് പറയുന്ന ഒരു യൂസേജ് നിങ്ങളവിടെ കണ്ടു കാണും. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കണ്ടു. അതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചില ആശയങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദ ബോട്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ടു ദ സ്ട്രീം ഇറ്റ് ഈസ് കോൾഡ് അപ്സ്ട്രീം. നമ്മൾ ഒരു ബോട്ട് അതിൻ്റെ ഈ നദി ഒഴുകുന്ന ഡിറക്ഷന് നേരെ വിപരീതമായിട്ടാണ് ബോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താ? അപ്സ്ട്രീം എന്നാണ്. ആ ബോട്ട് സഞ്ചരിക്കുന്ന ഡിറക്ഷനെ അപ്സ്ട്രീം ഡിറക്ഷൻ എന്നാണ് നമ്മൾ പറയാം. ഇൻ ദിസ് കേസ് ദ നെറ്റ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് കോൾഡ് ദി അപ്സ്ട്രീം സ്പീഡ്. അപ്പോൾ ഈ കേസിൽ ബോട്ടിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ദ ബോട്ട് ഇസ് ഫ്ലോയിങ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് ദ സ്ട്രീം. അപ്പോൾ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ നദി ഒഴുകുന്ന ഡിറക്ഷന് വിപരീതമായിട്ടാണ് ബോട്ട് സഞ്ചരിക്കുന്നത്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നദിയുടെ ഒഴുക്കിൻ്റെ അതേ ദിശയിലാണ് ബോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. അത് മാത്രമല്ല, അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റിൽ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അണ്ടർ ദിസ് സർക്കംസ്റ്റാൻസ് ദ വാട്ടർ ഇസ് കൺസിഡർഡ് ടു ബി സ്റ്റേഷനറി ആൻഡ് ദ സ്പീഡ് ഓഫ് ദ വാട്ടർ ഇസ് സീറോ. ഈ സ്റ്റിൽ വാട്ടർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്റ്റിൽ വാട്ടർ സിംപ്ലി മീൻസ് ഒഴുക്കില്ലാത്ത ഒരവസ്ഥ, വെള്ളം ഒഴുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് സ്റ്റിൽ വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സ്റ്റിൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഈ വാട്ടർ സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടറിൻ്റെ സ്പീഡ് നമ്മൾ എത്രയായിട്ടാണ് കൺസിഡർ ചെയ്യുക? ദാറ്റ് ഇസ് 0. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് u km/h ആൻഡ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ഇസ് v km/h. ദെൻ ഇപ്പം നമ്മൾ എടുക്കുകയാണ്, നമ്മുടെ സ്റ്റിൽ വാട്ടറിൽ ഒരു ബോട്ടിൻ്റെ സ്പീഡ് u km/h എന്നും അതുപോലെ ഈ സ്ട്രീമിൻ്റെ സ്പീഡിനെ നമ്മൾ v km/h എന്നും എടുത്താൽ ഈ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നദിയുടെ ഒഴുക്കിൻ്റെ അതേ ഡിറക്ഷനിൽ ഇപ്പോൾ ബോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ സ്പീഡ് ഓഫ് ദ ബോട്ടിനെ നമ്മൾ സ്റ്റിൽ വാട്ടർ ആണ്, അവിടെ നമ്മൾ u km/h എന്ന് എടുത്തു. സ്ട്രീമിൻ്റെ സ്പീഡിനെ v km/h എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? u + v km/h എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കോൺസെപ്റ്റ്. അതുപോലെ തന്നെ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് ആണെങ്കിലോ u - v km/h എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇനി if the speed downstream is a km/h and the speed upstream is b km/h, then speed in still water അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ½ a + b km/h എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഈ സ്ട്രീമിൻ്റെ റേറ്റിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ½ a - b km/h. അപ്പം ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ പറയാനായിട്ടുള്ള കാരണം ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമ്മുടെ റീസെൻറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ഇത്രയും കാര്യങ്ങളെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമുക്കിനി അടുത്ത എക്സാമിന് നമുക്കറിയില്ല ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനി ഇത് അങ്ങനെ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരുന്ന ഒരു ഏരിയ അല്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് സാധ്യതയുണ്ട് ഇനി വരുന്ന എക്സാമിലും അങ്ങനെ ചോദിക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ബേസിക്സ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ബേസിക്സും ഈക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. A clock takes 5 seconds to strike 5 times at 5 o'clock.
How long will it take to strike 9 times at 9 o'clock? And you have the options 9 seconds, 10 seconds, 12 seconds and 8 seconds. അപ്പോൾ ഈ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഈ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. ഇതും അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒത്തിരി ഭയങ്കര കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലോക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കോൺസെപ്റ്റുകളുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പൊതുവെ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ അവസാനം കുറച്ച് ഏരിയാസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം ബോട്ടിൻ്റെ ഏരിയ, അതുപോലെ ഈ ക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എന്നുള്ള ഏരിയ, ആ ഏരിയാസ് എല്ലാം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ എല്ലാം സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു. നെറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ സാമ്പിളായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂളിലെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസ് എന്തൊക്കെ, അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം മാത്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് കാണുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്, അങ്ങനെ കുറച്ച് കൺസേൺസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആ കൺസേൺസിനൊക്കെ ഉള്ളൊരു ഉത്തരം എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ തന്നെയാണ് ഇതെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിനെയും സൊല്യൂഷൻസ് നമ്മൾ ചെയ്യാതിരുന്നത്. സോ ചില ഏരിയാസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് അതിൻ്റെ ലിങ്ക്സ് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ കാണുന്നു എന്ന് ഉറപ്പ് വരുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ LMSൽ ഈ ഏരിയാസിൻ്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയും വരും നാളുകളിൽ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇതിലെ ഏരിയാസിൻ്റെ സ്പെസിഫിക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂളിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പ്രാക്ടീസ് ആണ് അല്ലേ. മാത്സുമായിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ആ കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളെ പിന്നെ അതിനകത്തൊരു പ്രൊഫഷൻസ് നമുക്ക് ഉണ്ടാവണം. അതിന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആണ്. ആപ്പിൾബി അക്കാഡമിയുടെ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 2018 ഡിസംബർ ടു 2020 ജൂൺ വരെ ഉള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു PDF നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാനായിട്ട് സാധിക്കും. ഇനിയും അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചില ഏരിയാസിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഏരിയാസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഇക്വേഷൻസ് എന്തൊക്കെ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കൃത്യമായിട്ട് നോട്ട്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ട്സ് നമ്മുടെ പേപ്പർ 1 ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് അങ്ങനെ ആ കോൺസെപ്റ്റുകളും ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ക്ലാസ്സസ് തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ തന്നെ പഠിക്കുന്നതിനേക്കാളും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറേ ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് ഈ ഏരിയാസിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ ക്ലാസ് റൂം ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. നമ്മളുടെ അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ ക്ലാസ് റൂം ക്ലാസ്സസ് ആണെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസിൽ നമുക്ക് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ലൈവ് സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ലേണിംഗ് റിസോഴ്സസ് നിങ്ങളിലേക്ക് ഏത് സമയവും എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 24/7 നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പല മോഡ്സിലായിട്ട് നമ്മൾ ഈ നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നോട്ട്സും അതുപോലെ വീഡിയോ ക്ലാസ്സസും പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും PPTസും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസിനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ LMS അല്ലെങ്കിൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്, അതിൽ എന്തൊക്കെ ലേണിംഗ് റിസോഴ്സസ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഏത് സമയത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണലൈസ്ഡ് പ്രൊഫൈലാണ് ആപ്പിൾബി അക്കാഡമിയുടെ LMS പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും ഇവിടെ യൂസ് ചെയ്യാം. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LMS പ്ലാറ്റ്ഫോമിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കും. അതിനുശേഷം പേപ്പർ 1 സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
ഇവിടെ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോട്ട്സ് അവൈലബിൾ ആണ്, വീഡിയോസ്, പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതോടൊപ്പം ഈ വീഡിയോ ക്ലാസ്സസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പവർ പോയിന്റ് പ്രസൻറ്റേഷൻസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ആദ്യം നമുക്ക് നോട്ട്സിലേക്ക് പോയി നോക്കാം. 10 മോഡ്യൂൾസിനെ ഫോൾഡറുകളായിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓരോ മോഡ്യൂളിലും ആ പെർട്ടിക്കുലർ മോഡ്യൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിനെ കുറിച്ചുള്ള നോട്ട്സും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചാപ്റ്റേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് എടുത്തിരിക്കുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നോട്ട്സും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ള നോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്നും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ് ഈ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിനെ കുറിച്ചുള്ള നോട്ട്സും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. നോട്ട് പഠനത്തിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ അതിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നോട്ട്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയും എല്ലാ മോഡ്യൂൾസിൻ്റെയും ഫോൾഡേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് മോഡ്യൂളാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മോഡ്യൂൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള മോഡ്യൂളാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ റെക്കോർഡഡ് വീഡിയോസിൻ്റെ സെഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഇവിടെയും ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഏരിയാസും കൊടുത്തിട്ടുള്ളത്. അപ്രോച്ചസ് ഇൻ റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, അങ്ങനെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ക്ലാസ്സുകൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്രോച്ചസ് ഇൻ റിസർച്ച് എന്നുള്ള ഒരു പെർട്ടിക്കുലർ പോർഷനാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ അപ്രോച്ചസ് ഇൻ റിസർച്ചിലെ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡഡ് വീഡിയോ ഫോമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് ടു റിസർച്ച്, then you have positivism and post-positivism research. ഇങ്ങനെ വിവിധ മേഖലകളുടെ വിവിധ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ 24 മണിക്കൂറും അവൈലബിൾ ആണ്. ഇതിനുശേഷം ഒരു ക്വിക്ക് റീക്യാപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിവിഷന് വേണ്ടി നിങ്ങൾക്ക് PPTസും ഇതിൽ നിന്ന് തന്നെ പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ PPTസും നിങ്ങൾക്ക് LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ മോഡ്യൂൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ എല്ലാം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്രോച്ചസ് ഇൻ റിസർച്ച് ആണ് നിങ്ങൾ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൽ കണ്ടതെങ്കിൽ ആ സെയിം ഏരിയയുടെ PPTസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കുന്നു. സോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു പർട്ടിക്കുലർ മോഡ്യൂൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനാണ് നിങ്ങൾക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മോഡ്യൂൾസിൻ്റെയും ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഫോൾഡർ, ആ പെർട്ടിക്കുലർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സും കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രീൻ കളറിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഡ് കളറിലും കാണാൻ സാധിക്കും. സോ നിങ്ങൾ എത്രമാത്രം ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നൽകും. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ എക്സാം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പെർട്ടിക്കുലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ NTA എക്സാം ഫോമാറ്റ് അല്ലെങ്കിൽ NTA സോഫ്റ്റ്വെയറിൻ്റെ സെയിം പാറ്റേൺ എക്സാക്ട് ഫോമാറ്റിലുള്ള ഒരു എക്സാം സോഫ്റ്റ്വെയർ ആണ് AppleBee Academy നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നുണ്ട്. കൃത്യമായിട്ട് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ എക്സാമും വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കാം, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
സേവ് നെക്സ്റ്റ്, സേവ് ആൻഡ് മാർക്ക് ഫോർ യു റിവ്യൂ, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് മൂവ് ചെയ്യാം. സോ നിങ്ങൾ എൻറ്റയർ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ആ പെർട്ടിക്കുലർ ടെസ്റ്റ് എക്സാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ദി എൻറ്റയർ റിസൾട്ട്, നിങ്ങളുടെ ടെസ്റ്റിൻ്റെ എൻറ്റയർ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെയും ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് ദിവസം ചെയ്തു, എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് റൈറ്റ് ആയിരുന്നു, എത്ര എണ്ണം റോങ് ആയിരുന്നു, നിങ്ങളുടെ സ്കോർ എത്രയാണ്, എത്ര അറ്റംപ്റ്റ്സ് നിങ്ങൾ ചെയ്തു തുടങ്ങി നിങ്ങളുടെ ഒരു ടെസ്റ്റിൻ്റെ സമ്മറി അടക്കം നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ലഭ്യമാവും. ഇത് കൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും LMS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് പുറമെ നോട്ട്സ്, അതുപോലെ തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഒരു ഫുള്ളി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ് ഇതിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മോഡ്യൂളിൻ്റെ ഓവറോൾ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. സോ നമ്മളുടെ പേപ്പർ 1ൻ്റെ ഒരു സീരീസാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, ഡിഫറെൻറ്റ് മോഡ്യൂൾസിൻ്റെ അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഹെൽപ്ഫുൾ ആകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.